നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കുടുംബശ്രീ ദേശീയ സരസ് മേള 2025 ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര വേറിട്ട കാഴ്ചയായി മാറി. ചെങ്ങന്നൂരിന്റെ സംസ്കൃതിയും പൈതൃകവും വിളിച്ചോതിയ വിളംബര ജാഥയിൽ നൂറുകണക്കിന് പേർ പങ്കാളികളായി. നിർമ്മാണ മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആലപ്പുഴ ജില്ലാ ക്ലബ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ C മുരളിയെ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ കൺവീനറായി തെരഞ്ഞെടുത്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 4,80,000 രൂപ ചെലവിൽ 111 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21-ന് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ദേശീയ സരസ് മേള 2025 ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര വേറിട്ട കാഴ്ചയായി മാറി. ചെങ്ങന്നൂരിന്റെ സംസ്കൃതിയും പൈതൃകവും വിളിച്ചോതിയ വിളംബര ജാഥയിൽ നൂറുകണക്കിന് പേർ പങ്കാളികളായി. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പ്രദർശന വിപണന മേളയായ കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ വരവ് വിളിച്ചോതി വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയ്ക്കാണ് ചെങ്ങന്നൂർ നഗരം സാക്ഷ്യം വഹിച്ചത്. പുത്തൻ വീട്ടിൽപ്പടി പഴവന ഗ്രൗണ്ടിൽ 4 മണിക്ക് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 12,000-ഓളം കുടുംബശ്രീ വനിതകളാണ് വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തത്. 80 CDS ചെയർപേഴ്സൺമാർ സരസ് മേളയുടെ പതാകയേന്തി മുൻനിരയിൽ അണിനിരന്നു. കഥകളി, തെയ്യം, നാടൻ കലാരൂപങ്ങൾ, പുലികളി, കുട്ടികളുടെ റോളർ സ്കേറ്റിംഗ്, ശിങ്കാരി കാവടി, പാവകളി, ആദിവാസി നൃത്തം, ബാൻഡ്, പഞ്ചവാദ്യം, ചെണ്ടമേളം, വനിതകളുടെ കോൽക്കളി, മുത്തുകുടകൾ, അമ്മൻകുടം, കേരളത്തിന്റെ പരമ്പരാഗത വേഷമണിഞ്ഞ കുട്ടികൾ, വിവിധ CDS ഒരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ ഇവയെല്ലാം തന്നെ വിളംബര ജാഥയുടെ മാറ്റുകൂട്ടി. ITI ഗ്രൗണ്ടിൽ ചെങ്ങന്നൂർ നഗരസഭ, ചെന്നിത്തല, അല, വെൺമണി, മുളക്കുഴ പഞ്ചായത്തുകളിലെയും പഴവന ഗ്രൗണ്ടിൽ ബുധനൂർ, പാണ്ടനാട്, ചെന്നിത്തല, മാന്നാർ, ചെറിയനാട്, പുലിയൂർ, തിരുവൻവണ്ടൂർ പഞ്ചായത്തുകളിലെയും വനിതകളാണ് ജാഥയിൽ അണിനിരന്നത്. ഇരുജാഥകളും നന്ദാവനം ജംഗ്ഷനിൽ സംഗമിച്ച് മേള നടക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. തുടർന്ന് കേരളീയ വേഷമണിഞ്ഞ 1,500-ഓളം കുടുംബശ്രീ വനിതകളുടെ കൂട്ടപ്പാട്ടും അരങ്ങേറി. ചേർത്തല രാജേഷിന്റെ പുല്ലാങ്കുഴൽ ഫ്യൂഷനും തുടർന്ന് നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്ത്, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, മേളയുടെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ, ജനറൽ കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ തുടങ്ങിയവർ വിളംബര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ജനുവരി 31 വരെ നടക്കുന്ന മേളയ്ക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. നിർമ്മാണ മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആലപ്പുഴ ജില്ലാ ക്ലബ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ സഞ്ജു സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആലപ്പുഴ ജില്ലാ ക്ലബിന്റെ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നിർമ്മാണ രംഗത്ത് തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിനെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വലിയ വില വർധനവ്, അതോടൊപ്പം തന്നെ പലപ്പോഴും വിദഗ്ധരായ തൊഴിലാളികളെ ലഭിക്കുന്നതിനുള്ള കുറവുകൾ, പിന്നെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഫലമായി നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പിന്നെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു ഷോപ്പിംഗ് മാള് ഏൽപ്പിച്ച് എല്ലാ സാക്ഷനും വാങ്ങി പെർമിറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴായിരിക്കും തുടങ്ങിക്കഴിഞ്ഞ അവസാനം ഇതെങ്ങും എത്താത്തൊരവസ്ഥ വന്നാൽ പിന്നെ ഇതിന്റെ യഥാർത്ഥ ഓണർ ആകെ പ്രതിസന്ധിയിലാണ്.
അപ്പോൾ കെട്ടിടം വെച്ചവനും പെൻഡിങ് ആകും, സാധനം വാങ്ങിയെടുത്തും പെൻഡിങ് ആകും, ഇദ്ദേഹത്തിന്റെ ജീവിതവും പെൻഡിങ് ആയി, ആകെ പ്രശ്നമാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിന് വന്നിരിക്കുന്ന വലിയ വിലവർധനവും വിദഗ്ധരായ തൊഴിലാളികളെ ലഭിക്കുന്നതിലുള്ള കുറവും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമാണെന്നും പി ചിത്തരഞ്ജൻ MLA കൂട്ടിച്ചേർത്തു. ആലപ്പുഴ പഗോഡ റിസോർട്ട് ഹാളിൽ സംഘടിപ്പിച്ച ക്ലബിന്റെ ഉദ്ഘാടന യോഗത്തിൽ കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ സഞ്ജു സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി RK രാഗേഷ്, സംസ്ഥാന ട്രഷറർ D ഹരീന്ദ്രകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എഞ്ചിനീയർ സന്തോഷ് കുമാർ, ജില്ലാ സെക്രട്ടറി S അൻസിൽ, ജില്ലാ പ്രസിഡന്റ് രതീഷ്, ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കുമാർ, രക്ഷാധികാരി രാജീവ് വാര്യർ എന്നിവർ സംസാരിച്ചു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ AG സാനു ചടങ്ങിന് സ്വാഗതവും ജില്ലാ ട്രഷറർ സഞ്ജയൻ നന്ദിയും പറഞ്ഞു. കെട്ടിട നിർമ്മാണ മേഖലയിലെ ആർക്കിടെക്ചർ മുതൽ ലേബർ വരെയുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് ഇത്തരത്തിൽ ക്ലബിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ C മുരളിയെ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ കൺവീനറായും തെരഞ്ഞെടുത്തു. ആലപ്പുഴ ജെൻഡർ പാർക്ക് മിനി ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപം ജെൻഡർ പാർക്ക് മിനി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ കൺവീനറായി അസോസിയേഷൻ ജില്ലാ ട്രഷറർ C മുരളിയെ തിരഞ്ഞെടുത്തു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി V അരുൺകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ ജോൺസൺ ചിറ്റിലപ്പള്ളി, ജില്ലാ പ്രസിഡന്റ് KM ജോളിച്ചൻ, ജില്ലാ ട്രഷറർ C മുരളി, റെജി ന്യൂലാൻഡ്, ബേക്ക് സ്മാർട്ട് ടീം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മിനീഷ് സാം വർഗീസ് എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് ബേക്കറി മേഖലയിൽ മികച്ച ഉപഭോക്തൃ സമീപനത്തിനും മികച്ച വ്യവസായ സംരംഭത്തിനും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഹരിപ്പാട് ന്യൂലാൻഡ് ബേക്കറി ഉടമ റെജി ന്യൂലാൻഡിനെയും തീർത്തും ധാന്യങ്ങളാൽ നിർമ്മിച്ച മില്ലറ്റ് കേക്കുകൾ വിപണിയിലെത്തിച്ച് മാതൃകയായ ജോളി ബേക്കേഴ്സ് ഉടമയും അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമായ KM ജോളിച്ചനെയും ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷൻ അമ്പലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് നജാത്ത് ചടങ്ങിന് നന്ദി പറഞ്ഞു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 4,80,000 രൂപ ചെലവിൽ 111 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA H സലാം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 4,80,000 രൂപ ചെലവിൽ 111 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA H സലാം കട്ടിലുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ രക്ഷകർത്താക്കളായിരിക്കുന്ന ഇപ്പോൾ വയോജനങ്ങളെന്ന് പേരിട്ട് പറയുന്ന നമ്മൾ ഓരോ രക്ഷകർത്താക്കൾക്കും കൂടി പാകമാകുന്ന ഏത് സഹായം, ഏത് പദ്ധതി നടപ്പാക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മുതിർന്നവർ മുതൽ ഏറ്റവും താഴെ കൊച്ചുകുട്ടികൾ വരെയുള്ള ആപാലവൃത്തം ജനങ്ങളുടെയും കാര്യങ്ങൾ പരിഗണിക്കാൻ അവർക്ക് സഹായകരമായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പരിശ്രമിക്കുന്ന ഒരു പഞ്ചായത്താണ് പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും കുഞ്ഞുങ്ങൾക്ക് 1 day with 1 chair പദ്ധതി നടപ്പാക്കി സംസ്ഥാനത്തിനാകെ ശ്രദ്ധയിലേക്ക് ആ പദ്ധതി മാറി. അതുൾപ്പെടെയുള്ള പല സ്കീമിന്റെയും ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും മികച്ച പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി ഉൾപ്പെടെ കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടത്തിലേക്ക് എത്തിയ ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊരു ചെറിയ നേട്ടമല്ല ആ അവാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിനും നേടാൻ കഴിയാത്ത ഒരു നേട്ടമാണ്. ഇക്കൊല്ലമെന്നല്ല, കഴിഞ്ഞ കൊല്ലമെന്നല്ല, ഇതുവരേക്കുമുള്ള ചരിത്രത്തിൽ ഈ മണ്ഡലത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിനും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സ്വരാജ് ട്രോഫി കരസ്ഥമാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സൈറസ് നേതൃത്വം കൊടുക്കുന്ന, സുധർമ്മ ഉൾപ്പെടെ ഇവരെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അത് നേടാൻ കഴിഞ്ഞത് എല്ലാവരും കൂടി ചേർന്ന ടീമായൊരു വർക്കിന്റെ ഭാഗമായി സംഭവിച്ച നേട്ടമാണ്. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M ഷീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, അംഗങ്ങളായ ഗീത ബാബു, A നസീർ, ഹണി ജേക്കബ്, ഷിഹാബുദ്ദീൻ, സുൽഫിക്കർ, ഷക്കീല നിസാർ, ഉഷ ഫ്രാൻസിസ്, ശശികുമാർ ചേക്കേത്ര, J സിന്ധു, അജയ് ഘോഷ്, സീനത്ത്, പഞ്ചായത്ത് സെക്രട്ടറി RR സൗമ്യ റാണി, ICDS സൂപ്പർവൈസർ ജീന വർഗീസ്, R രജിമോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21-ന് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21-ന് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മേഖലയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം കയറിൻ്റെ വിലവർധനവ്, ചകിരിയുടെ വിലവർധനവ്, കയറിന് 30% സബ്സിഡി നൽകിക്കൊണ്ടാണ് കയർ ഫെഡ് നേരത്തെ കയർ തന്നിട്ടിരുന്നത്. ആ 30% സബ്സിഡി ഉണ്ടായിരുന്ന സമയത്ത് പലപ്പ അടക്കമുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് 57 രൂപയാണ് കയർ ഫെഡ് നമുക്ക് വില തീരുമാനിച്ച് തന്നിട്ടുള്ളത്. ആ 57 രൂപ തന്നിട്ടിരുന്ന സന്ദർഭത്തിലാണ് 30% സബ്സിഡി ഉള്ളതുകൊണ്ട് ചെറിയ തരത്തിലുള്ളൊരു വില കുറവ് വരുത്തണം എന്ന് കയർ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർത്തല NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും. കയർ ഗുഡ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി M അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഗ്രീവൻസ് കമ്മിറ്റി അടിയന്തരമായി വിളിച്ചുകൂട്ടുക, ഉൽപ്പാദന മേഖലയ്ക്ക് ആവശ്യമായ കയർ റണ്ണേജ് കയർ ഫെഡ് അനുവദിക്കുക, സംഘങ്ങളുടെ ഉൽപ്പാദനക്ഷമത അനുസരിച്ച് കയർ കോർപ്പറേഷൻ ഓർഡർ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ തയ്യൽ തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 22-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 22-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തയ്യൽ തൊഴിലാളികളെ നിരന്തരം അവഗണിക്കുന്ന ഒരവസ്ഥയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ജനുവരി 22-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒരു ധർണ നടത്തുന്നത്. ആ ധർണയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേ കാലമായി ഈ ബോർഡിൽ വന്നിരിക്കുന്ന അപാകതകളും നടത്തിപ്പിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. തൊഴിലാളികളാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇപ്പം തന്നെ വളരെ വർഷങ്ങൾ സമരം ചെയ്താണ് ഈ ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത്. അതൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും ആ ബോർഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ബോർഡിൽ കാലാകാലങ്ങളിൽ ആൾക്കാർ വരികയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യും. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക, സർവീസ് അനുസരിച്ച് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുക, വിവാഹ ആനുകൂല്യം ഉയർത്തുക, റിട്ടയർമെന്റ് തുക ഉയർത്തുക, ഡെപ്യൂട്ടേഷൻ നിയമനം അവസാനിപ്പിക്കുക, ജില്ലാ ക്ഷേമനിധി ഓഫീസുകളുടെ പ്രവർത്തനം ഏകീകരിക്കുക, വിധവകൾക്ക് വിധവാ പെൻഷനും ക്ഷേമനിധി പെൻഷനും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിക്കുമെന്നും സംസ്ഥാന ട്രഷറർ AP മോഹനൻ, ജില്ലാ പ്രസിഡന്റ് N സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KM ജോസഫ്, ജില്ലാ ട്രഷറർ S മധുസൂദനൻ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീ ദേശീയ സരസ് മേള 2025 ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര വേറിട്ട കാഴ്ചയായി മാറി. ചെങ്ങന്നൂരിന്റെ സംസ്കൃതിയും പൈതൃകവും വിളിച്ചോതിയ വിളംബര ജാഥയിൽ 100 പേർ പങ്കാളികളായി. നിർമ്മാണ മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആലപ്പുഴ ജില്ലാ ക്ലബ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ C മുരളിയെ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ കൺവീനറായി തെരഞ്ഞെടുത്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 4,80,000 രൂപ ചെലവിൽ 111 പേർക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട കയർ ഫാക്ടറി ഉടമ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21-ന്
സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.